അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് തുടങ്ങിയാലോ? നമ്മുടെ ഓഡിയൻസ് നല്ല ചൊണക്കുട്ടന്മാരും ചൊണക്കുട്ടികളും നമ്മുടെ പ്രേക്ഷകർ റെഡിയാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് ചിരിച്ച് തുടങ്ങിയാലോ? അപ്പൊ വിളിക്കല്ലേ? അന്ന് വിളിച്ചേക്കാം. നമുക്ക് എന്താ പറയുക, വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന 3 പേരെ നമ്മൾ വിളിക്കാൻ പോവുകയാണ്. സുധീഷ്, സൂര്യശ്രീ ആൻഡ് മനോജ്. ദൈവമേ, ഞാൻ ഗൾഫിൽ കിടന്ന് കുറെ കഷ്ടപ്പെട്ട് കുറെ പൈസ ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ ഗ്രാമത്തിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ടാക്കിയത്. ഇവിടെ പണിക്ക് വരുന്ന ഒരു പെങ്കൊച്ചുണ്ട്. അവള് സമയത്ത് കയറി വരും. അവൾക്ക് തോന്നുന്ന സമയത്താണ് കയറി വരുന്നത്. ഞാൻ ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്നറിയോ? ഡീസൽ അടിക്കും, പെട്രോൾ അടിക്കും, അവിടെ പോയി കാറ്റടിക്കും, എന്തൊക്കെ ചെയ്യും. ഇപ്പൊ തന്നെ ഒരുത്തൻ പെട്രോൾ അടിക്കാൻ വന്നപ്പോ അവന് ഡീസൽ അടിച്ചു കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്റെ തലക്കിട്ട് അടിച്ചിട്ടാ പോയെ. അവളിങ്ങി വരട്ടെ, അവക്ക് ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വരട്ടെ. ആരാ വരുന്നത്? ഞാൻ മനസ്സിലായി. അദൃശ്യനാണോ? എത്ര മണിയായി? സാർ സ്റ്റില്ല് മാറ്റിയാലേ എനിക്ക് സമയം നോക്കാൻ പറ്റത്തുള്ളൂ. സ്റ്റില്ല് മാറ്റിയിരിക്കുന്നു. എത്ര മണിയായി? സാർ 9 മണിയായി. 9 മണിയായി. ഇത് സത്രമാണ് വേണ്ടി തോന്നുന്ന സമയത്ത് കയറി വരെ. എവിടെ പോയി കിടക്കുവാ? സാർ മെട്രോ കിട്ടിയില്ല. മെട്രോ? നിന്റെ വീടോടെ? പത്തനാപുരത്ത്. പത്തനാപുരത്ത് എവിടെ? അല്ല, പത്രത്തിലുണ്ടായിരുന്നു പത്തനാപുരത്ത് ഉടനെ മെട്രോ വരുമെന്ന്. ഉടനെ എന്ന് പറയുമ്പോ 2050. 2050 പറയണ്ട, നുണ വന്ന് പറഞ്ഞേക്കുന്നത് 2024 നുണച്ചി. സാർ നുണച്ചിന്നൊന്നും പറയരുത്. പറയ്, നീ വാ തുറന്നീ നുണയേ പറയത്തുള്ളൂ. ഇങ്ങനെ താമസിച്ചു വന്ന കാരണം എന്തിന്? സാർ അങ്ങനെയൊന്നും പറയരുത്. സാറിന് അറിയാലോ എനിക്ക് ഇവിടെ ഡബിൾ ഡ്യൂട്ടി ആണെന്ന്. ഇവിടെ മിഷീൻ വരെ കേടാ. ഇവിടുത്തെ ആൾക്കാർ പെട്രോൾ അടിക്കാൻ വരുമ്പോ ഞാൻ പെട്രോൾ അടിക്കണം, എന്നിട്ട് അവര് കാണാൻ നിന്നിട്ട് പെട്രോൾ പെട്രോൾ ഡീസൽ ഡീസൽ എന്ന് ഞാൻ പറയണ്ട. അതും കൂടെ ചെയ്യണം ഞാൻ. നീ ഡബ് ചെയ്യണ്ടേ? നാളെ ഞാൻ ഭാഗ്യലക്ഷ്മി വിളിച്ച് ഡബ് ചെയ്തോളാം. മതിയോ? വേണ്ട, നിനക്കൊരു കാര്യം, ആ മിഷൻ ഉണ്ടോ? അതും കേടാ. ഞാൻ നേരം വെളുക്കുമ്പോ തൊട്ട് ഞാനും ഡബ് ചെയ്ത് തുടങ്ങുക. 360 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്, നന്ദിയുണ്ട്. ആ പരാതി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലേ. സാർ 9 മണിയായി. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയം. ഞാൻ കഴിച്ചോട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് എന്തുവാ? കുമ്പളത്തപ്പം. കുമ്മണത്തപ്പം ബ്രേക്ക്ഫാസ്റ്റ് തിന്നണം നുണ പറയണം. അല്ലാതെ ഇവള് വാ തുറക്കുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല. പോട്ട് വാ കേട്ടാ, നിനക്ക് ഞാൻ തരാം. ദൈവമേ, ഒരു വണ്ടി പോലും വരുന്നില്ല എണ്ണ അടിക്കാൻ. എനിക്കാണെങ്കിൽ ഇത് ഞെക്കിപ്പിച്ച് കളയാനാണ് കൊതിയോ. ആഹാ, കാക്കക്കൂടുതാ നടന്നു വരുന്ന. ഹലോ, പെട്രോൾ ആണോ? ഇല്ലില്ല, ഇത് മൊത്തം ദശമൂലാരിഷ്ടം. 2 ലിറ്റർ ഇയാളങ്ങ് കൂച്ച ദശമൂലാരിഷ്ടം. എന്തുവാ? എനിക്ക് ഇതിൽ പെട്രോൾ വേണമായിരുന്നു. പെട്രോൾ വേണമെങ്കിൽ വണ്ടി എവിടെ? വണ്ടി വഴി കിടക്കുവാ. പോയി ഇങ്ങ് എടുത്തോണ്ട് പോവാ. എടുത്തോണ്ട് വരാൻ കുഞ്ഞല്ല, വണ്ടിയാ. വണ്ടി ഇല്ലാതെ ഇവിടെ എണ്ണ അടിച്ച് തരത്തില്ല. വണ്ടി കൊണ്ടുവരണം. വണ്ടി കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് സാറേ. വണ്ടി എടുത്തോണ്ട് വരാൻ അടിക്കാൻ പറ്റത്തില്ലെന്ന്. ഞാൻ പെട്രോൾ അടിക്കാൻ വന്നേലോ, അല്ല ഇയാളെ അടിക്കാൻ വന്നേന്നല്ലോ. എടാ, അതാണ് വണ്ടി വേണോന്ന്. തുപ്പിത്താ എന്തായാലും തോന്നിയ പറ, കണ്ണി കിട്ടി തുപ്പിത്തരാം. തുപ്പി തരാനല്ലേ പറഞ്ഞേ? കുപ്പിക്കകത്ത് പെട്രോൾ ഇതാ. കുപ്പിക്കകത്ത് തരാൻ പറ്റത്തില്ല. കുപ്പിക്കകത്ത് പെട്രോൾ വരാൻ പറ്റത്തില്ലെന്ന്. ഇത്രയും വലിയ ടാങ്കറിനകത്ത് പെട്രോൾ ഉണ്ടായി, ഈ കുഞ്ഞു കുപ്പിക്കകത്ത് എന്താ പെട്രോൾ വരാൻ പടി? എടോ, ഇതെന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമാണ് ഈ കുപ്പിയിൽ തരുവാന്ന് പറഞ്ഞാ. നിയമവിരുദ്ധ. കാരണം എന്താണെന്നറിയാമോ? ഇതിനകത്ത് അടിക്കുമ്പോ നമുക്ക് അളവറിയാമല്ലോ. മറ്റേ നമ്മൾ പെട്രോൾ ടാങ്കിനകത്ത് പോകുമ്പോ കാണുന്നില്ലല്ലോ. ദൈവമേ, ഇവ നിയമം പഠിച്ചവനാ. ഞാൻ അടിച്ചു തരാം. പെട്രോൾ ആണോ അടിക്കുന്നത്? അല്ല, ഹൈഡ് ചെയ്തുള്ള പ്ലേ കണ്ടപ്പോ സംശയം തോന്നി. പെട്രോൾ തന്നെ, പെട്രോൾ അല്ല. പൈസ എന്തോ ഇത്? 250 നോട്ട് ആദ്യമായിട്ട് കാണുവന്നു. അതല്ലെന്ന്, 112 രൂപ 50 പൈസ തരണം. പെട്രോളിന്റെ വില കുറഞ്ഞല്ലോ. 50 പൈസയെ കുറഞ്ഞോളൂ. നിർത്തിയ പൈസ അങ്ങ് കുറച്ചു. എടാ, ഇത് എന്റെ അടുത്തല്ല, പോയി സർക്കാരിന്റെ അടുത്ത് പരാതി പറയണം. പിന്നെ 50 പൈസക്ക് വേണ്ടി ഞാൻ പോയി പൊരുവേലത്ത് സമരം ചെയ്യാം. എന്തൊരു തോന്നിയാസോടാ. എന്താ ആദ്യം നീ പറഞ്ഞിട്ടില്ലേ പെട്രോൾ അടിച്ചാ, ഇപ്പൊ ഡീസൽ എന്ന് പറഞ്ഞ? ഡീസലെന്നല്ലേ പറഞ്ഞേ? ഇവിടെ ഒരു നിപ്പുണ്ടല്ലോ. ചെല്ലെന്നാണ് ഏതോ ഒരുത്തം നിന്നെ വിളിക്കുന്നടി. അയ്യോ, നിങ്ങൾ എന്താ ഇവിടെ? നിങ്ങളോ? എന്റെ പേര് വിളിക്കണേ നീ. എന്തോ നിങ്ങളുടെ പേര്? തോമസ് ആലുവ. അയ്യോ, തോമസ് ആലുവ എഡിസൺ. എനിക്കറിയാം നിങ്ങളെ. അത് ബൾബ് കണ്ടുപിടിച്ച ആള്. അപ്പൊ നിങ്ങളോ? ഞങ്ങളുടെ അടുത്തുള്ള ബൾബ് എറിഞ്ഞു പൊട്ടിക്കുന്ന ആള്. എടാ, തോമസ് ആലുവയിലുള്ള തോമസ് ആ ഞാൻ. തോമസ് ഉള്ള ആലുവേ, നീ എന്തിനിങ്ങോട്ട് വന്നത്? ബന്ധം എന്തോ നിങ്ങളെ? എന്റെ സ്വന്തമായി ഇവള്. സ്വന്തം ഒന്നും അല്ല സാർ, ഞങ്ങളുടെ കല്യാണ നിശ്ചയം ഒന്ന് കഴിഞ്ഞായിരുന്നു. ആ ഒരു ബന്ധമേ ഉള്ളൂ. ഇവളെ ഞാൻ പെണ്ണ് കണ്ട് കല്യാണം നിശ്ചയം നടന്ന് മോതിരം മാറ്റി. ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. എന്ത് മോതിരം ഇട്ടെന്തോ വാറ്റി എന്ന് പറഞ്ഞാൽ നല്ല സാധനമാണോ? കടപ്പുണ്ടല്ലോ, അതടുത്ത് മാറ്റി. മോതിരം മാറ്റി എന്നല്ല പറഞ്ഞത്.
മോതിരം മാറ്റാൻ കഴിഞ്ഞിട്ട് ഇവള് പറയല്ലേ വേണ്ടെന്ന്. അയ്യോ സത്യമാണോ? സാർ എന്റെ ഇഷ്ടപ്രകാരം ഒന്നുമല്ല, എന്റെ അച്ഛനും അമ്മയും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇയാളോട് നിശ്ചയം കഴിക്കേണ്ടി വന്നത്. എനിക്ക് ഇയാളെ ഇഷ്ടമല്ല. ഇയാൾ എനിക്കൊരു ഫ്രീഡം തരുന്നില്ല സാറേ. എടി നിനക്ക് ചന്ദനത്തിലോ ഈട്ടിയിലോ എങ്ങനെയല്ലേ പണിഞ്ഞു തരാൻ നിനക്ക് ഇരിക്കാൻ? എന്തോന്ന് പീഠം. അയ്യോ പീഡമല്ല, ഫ്രീഡം. എനിക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല. എന്താ സ്വാതന്ത്ര്യം കൊടുക്കാത്ത എന്താ കൊച്ചിന്? 1947 ആഗസ്റ്റ് 15 12 മണിക്ക് രാത്രി 12 മണിക്ക് സ്വാതന്ത്ര്യം കിട്ടിയായിരുന്നു. പോയി വാങ്ങിക്കണമായിരുന്നു. അല്ലാതെ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. സ്വാതന്ത്ര്യം കൊടുത്തില്ലല്ലോ. എന്തോ 1,26,500 ഉമ്മ നിനക്ക് തന്നില്ലേ മൊബൈലിൽ കൂടെ? ആ, ഇത് പച്ചക്കള്ളവാ സാറേ. എന്തുവാ? സാറേ ഞായറാഴ്ച ഞങ്ങളുടെ പെണ്ണുകാണൽ കഴിഞ്ഞു, ആ. തിങ്കളാഴ്ച ഞങ്ങളുടെ നിശ്ചയം കഴിഞ്ഞു, ആ. ഇന്ന് ചൊവ്വാഴ്ച നേരം വെളുത്തിട്ട് ഇപ്പൊ ഇത്രയും സമയമായിട്ടുള്ളൂ. ഇയാൾ എത്ര ഉമ്മ എനിക്ക് തന്നെ? 1,26,500 ഉമ്മ. പച്ചക്കള്ളവാ സാറേ. 1,05,252 അര ഉമ്മ അയാൾ എനിക്ക് തന്നത്. 500 വേറെ ഉമ്മ ഒറ്റയ്ക്ക് മേടിച്ചിട്ട് അവിടെ നിന്ന് പ്രസംഗിക്കുന്നു. എടാ അതെല്ലാം പോട്ടെ, ഈ അര ഉമ്മ അതെന്തുവാ? അത് കൊടുത്തോണ്ടിരുന്ന മൊബൈലിൽ സ്വിച്ച് ഓഫ് ആയി പോയത്. ഇപ്പൊക്കെ ഇഷ്ടമാണെന്ന് ചോദിച്ചു. എടാ ഇഷ്ടമൊന്നുമല്ല, നീ പോയി എണ്ണ അടി വണ്ടിയില്. വണ്ടിയിൽ എണ്ണ പിടിക്കാനൊന്നല്ല ഇത് വാങ്ങിച്ചത്. ഇന്നലെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഈ പെട്രോൾ ഇവിടെ ദേഹത്തൊഴിച്ച് ഞാൻ ഇവിടെ കിടന്ന് കത്തി കത്തി ചാവും. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ഒന്നും ചെയ്യില്ലേ? പോടാ, ഇറങ്ങി പോടാ. ഇവിടെ പറയുന്ന കല്യാണം കഴിക്കാൻ സമ്മതം. സമ്മതമല്ല. കല്യാണം കഴിക്കാനെന്ന് പറയും എന്റെ പമ്പ്. അടുത്ത് വരില്ല, അൽഫാമാവും. മാറിക്കണം അങ്ങോട്ട്. എടാ, ഇതെന്റെ പമ്പാണ്. അയ്യോ അയ്യോ, എന്റെ ഓരോ കാമുകന്മാര് വന്ന് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. എടാ കത്തിക്കില്ലടാ. അടുത്ത് വരില്ല, അൽഫാമാവൂ. ഞാൻ അങ്ങോട്ട് ഞാൻ കത്തിക്കും. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ? പെട്രോൾ തരുവോ? ഇവിടെ ഉണ്ടല്ലോ ഇയാൾക്ക് ഓസൊക്കെ എടുത്താൽ പറയും. തരത്തില്ല ഞാൻ. ലാമ്പ് തരുവോ? അയ്യർ എന്തിന്? സിഗരറ്റ് വലിക്കാൻ പോയി. ബാക്കിയുള്ള നീർ നിൽക്കുമ്പോ സിഗരറ്റ് വലിക്കാനോ? ഞാൻ ഈ ഗ്രാമത്തിൽ ഒരു പമ്പില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഒരു പമ്പ് കൊണ്ടുവന്നത്. ഇപ്പൊ ഈ പമ്പ് കാരണം ഈ ഗ്രാമമേ ഇല്ലാതായി പോകുന്നു. ഒരു മിനിറ്റ് നീ കത്തിക്കാൻ, ഞാൻ പറയുന്നേക്ക് എന്റെ അവസ്ഥ ഞാൻ പറയാം. ഒരു മിനിറ്റ്, ജസ്റ്റ് ഒരു മീറ്റിംഗ്. പെട്ടെന്ന് മീറ്റിംഗ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എനിക്ക് കത്തി കയറാനാ. എന്തുവാ? എടി അവന് ഇഷ്ടമാണെന്ന്. എനിക്ക് ഇഷ്ടമല്ല അയാളെ. എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അവൻ എന്തുവാടി ഒരു കുഴപ്പം? നോക്ക്, ഒരു സൈഡിൽ നോക്കുമ്പോ ദുൽഖർ സൽമാനെ പോലെ ഇരിക്കുമല്ലേ? ഇപ്പോഴോ? ആ ടൊവിനോ. അതുകൊണ്ടാണ് ഞാൻ മുടി വെട്ടിക്കാത്ത. അവനെ കെട്ടടി. സാറേ ഈ കിളി പോയവനൊന്നും കല്യാണം കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. നല്ലവനാണ്, നീ കെട്ടിക്കോ. അങ്ങനെയാണ് സാറിന്റെ സഹോദരി പിടിച്ചു കെട്ടിച്ചു. അവിടെ കല്യാണം ആ ഉറപ്പിച്ചിരിക്കും. ഉറപ്പിച്ചത് ഊരി എടുത്ത് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെയല്ല, അല്ലാതെ ഉറപ്പിച്ച് വെച്ചേക്കുവാണ്. ഇല്ല സാറേ, എന്നെയും കൊണ്ട് പറ്റത്തില്ല. എടി പമ്പ് കത്തിക്കൂടിയാവേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. അയാളുടെ കയ്യിലിരിക്കുന്ന പെട്രോൾ ഞാൻ വാങ്ങിച്ചെടുക്കട്ടെ. മൂന്നാറിലുള്ള 3 ഏക്കർ സ്ഥലം എന്റെ പേരിൽ എഴുതി തരൂ. ഒരേ കത്തുമ്പോ തന്നെ വാഴ വെട്ടണം കേട്ടോ. കത്തിക്കട്ടെ. അല്ല കത്തിക്കണ്ട. തരാം. തരുവോ? തരും. പോയി ഇഷ്ടമാണെന്ന് പറ. ഇഷ്ടമാണെന്ന് പറയണോ? ആ കല്യാണം കഴിച്ചോളാന്ന് പറ. കള്ള അഭിനയിച്ചാ മതി. അഭിനയമാണ്. ആ. മൂന്നാറിലെ 3 ഏക്കർ സ്ഥലം തരാം. എനിക്ക് നിങ്ങളെ ഇഷ്ടമാ, കെട്ടിക്കോളാം. എനിക്ക് നിങ്ങളെ ഇഷ്ടമാ, കെട്ടിക്കോളാം. അങ്ങനെയല്ല പറഞ്ഞത്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാ, ഞാൻ കെട്ടിക്കോളാം എന്നങ്ങനെ പറയണം. എനിക്ക് നിങ്ങളെ ഇഷ്ടമാ, കെട്ടിക്കോളാം. അയ്യോ ഒരു സുഖമില്ല, ഞാൻ കത്തിക്കും. MD നീ ഇവിടെ കത്തും. എനിക്ക് നിങ്ങളെ ഇഷ്ടം. എന്നെ കെട്ടിപ്പിടിച്ച് പറ. എന്നെ കെട്ടിപ്പിടിച്ച് പറ. എനിക്ക് നിങ്ങളെ ഇഷ്ടമാ, ഞാൻ കെട്ടിക്കോളാമേ. എന്റെ കാലേ കാലേ കാലേ. ഗാഥയെന്നല്ലേ? എന്റെ കാലല്ല ചവിട്ടി പിടിച്ചേക്കുന്ന. അയ്യോ ഗാഥയും മോഹൻലാൽ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? കല്യാണം കഴിക്കാം. മതി. ഇനി ഒരു 4-5 ആഴ്ച കഴിഞ്ഞ് കല്യാണത്തിന് ആ സമയത്തുള്ള ഇവനെ ഞാൻ ഗുണ്ടള വിട്ട് തട്ടിക്കണം. ഉറപ്പ്. പെട്രോൾ കൈ നീ വാങ്ങിക്കാൻ. പെട്രോൾ കൈ നീ വാങ്ങിക്കാൻ. പെട്രോള് അയ്യടെ മനമച്ചാ. ആ തീപ്പെട്ടി ഇങ്ങേരു. അയ്യടി മനമച്ചി. ഇത് രണ്ടും മാറ്റിട്ട് കൊല്ലാരിക്കുള്ള പരിപാടിയിൽ അല്ല, കല്യാണത്തിന് സമ്മതിച്ചു. കല്യാണം നമുക്ക് ചെയ്യാം. അതെ. ഇവൻ ഇവിടെ കിടന്ന് കത്തിച്ചാവൂടി. ഇവൻ കത്തിച്ചാവും. അയ്യോ പ്രിയമുള്ള നാട്ടുകാരെ, കത്തിച്ചാവാൻ പോവാതെ. അയ്യോ അത് മൈക്കല്ല, അത് ഇവിടുത്തെ പമ്പിന്റെ സാധനമാണ്. കത്തിക്കല്ലേ. അയ്യോ കത്തിക്കല്ലേ. കല്യാണം കഴിക്കാൻ സമ്മതിക്കാൻ പറയുള്ളൂ. കല്യാണം കഴിച്ച് സമ്മതിച്ചു. എന്തായാലും കല്യാണം കഴിച്ച് സമ്മതിച്ചല്ലോ. സമ്മതിച്ചു. സമ്മതിച്ചു. ഒരാള് പറഞ്ഞോണ്ട് മാത്രമല്ല, അവനങ്ങ് പൊക്കോളും. സംഭവം ഇതെന്തുവാ? ഇത് കണ്ടിട്ടില്ല, ഇത് താലി. ഇത് ബന്ധുക്കളൊക്കെ വന്നിട്ട് വലുതായിട്ട് നടത്താം. ഒരു 1.5 മാസം കഴിയട്ടെ. നടത്തൊന്നും വേണ്ട, എനിക്ക് ഇവിടെ വെച്ചുള്ള കല്യാണം കഴിക്കണം. അയ്യോ ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ടാണല്ലോ വന്നേക്കുന്നത്. നടക്കൂല, ഞാൻ പറയണേ. എനിക്ക് ഇവിടെ വെച്ചുള്ള കല്യാണം കഴിക്കണം. തരാം, സമ്മതിച്ചു തരാം. ഒന്ന് തല നീട്ടിക്കോ. എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇയാളെ കെട്ടിക്കൊണ്ടുള്ള അഭിനയം എന്നെ കൊണ്ട് പറ്റത്തില്ല. 3 ഏക്കർ വേണോ? തരുവോ? എന്നാലും എന്നെ കൊണ്ട് പറ്റത്തില്ല. നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. സമ്മതിച്ചോ? സമ്മതിച്ചോ? അതെന്തോ അങ്ങനെ കിട്ടുന്നത്? ഇത് ആ പെട്രോളിന്റെ അതിങ്ങി തരൂ. തരത്തില്ല, ഞാൻ അല്ലാതെ കെട്ടിക്കളാം. ഇങ്ങനെയാണോ കല്യാണം? ഇട കെട്ടുമ്പോഴേ അതിനൊരു നാക്കൊക്കെ ഉണ്ട്. നമ്മൾ ഇങ്ങനെ ചെന്നിട്ട് ആണ്ടെ ഇങ്ങനെ
ആ അയ്യടാ ഇങ്ങനെ കെട്ടണം. അയ്യോ അയ്യോ ഞാൻ കെട്ടായിരുന്ന പെണ്ണിനെ എന്തിനാണ് ഇയാൾ കെട്ടിയത്? അയ്യോ എടി ഇത് ജസ്റ്റ് നിന്നെക്കൊന്ന് കാണിച്ചു തന്നതല്ലേ. കാണിച്ചു തന്നോ? ആ എടി നീ അത് ഊരിയാണ്. എന്തോന്ന്? എന്നിട്ട് അവൻ ഒന്നുകൂടി അയ്യോ, അഗ്നിസാക്ഷിയായിട്ട് കെട്ടിയതാലേ ഞാൻ ഉരുത്തില്ല. അതിന് അഗ്നി എനിക്കതാവുമല്ലോ. അത് ഊരി താന്ന് തരത്തില്ല തരത്തില്ല. ഇവളത്ത് പറഞ്ഞേ എടാ തോമസേ എന്താ കെട്ടടാ അവളെ. അയ്യോ എനിക്കെങ്കിലും വേണ്ട രണ്ടാം കെട്ടുകാരി ഇയാളങ്ങ് വെച്ചാ മതി അങ്ങോട്ട്. രണ്ടാം കെട്ടുകാരിയോ? ഞാൻ പോവാ. ചാവാൻ പോവാണോ? അല്ല അപ്പുറത്തെ പമ്പിൽ ഒരു കിടക്കൻ പെണ്ണ് ഇപ്പൊ നടന്ന് വെല്ലുവിളിച്ച് നോക്കാം. തോമസേ അപ്പൊ ഞാൻ എന്തോ ചെയ്യൂടാ? ഞാൻ പറയാം. അങ്ങോട്ട് പോയിന്ന് പെട്രോൾ അടിക്ക്. അപ്പൊ നീയോ? ഞാൻ ആ ഓഫീസിൽ കയറി ഇരിക്കട്ടെ. ദൈവേ ഇതിലും ഭേദം ഈ പമ്പങ്ങ് കത്തിയാ മതിയായിരുന്നു. പമ്പ് അടച്ചിട് ചേട്ടാ, ഹണിമൂണിന് പോകാം. അയ്യോ സൂര്യശ്രീ, സുധീഷ് ആൻഡ് മനോജ് ഒരു നല്ല കൈയ്യടി കൊടുക്കണം. പെട്രോൾ പമ്പ് ദാ നമ്മുടെ പിള്ളേരുടെ ബഹളം കേട്ടില്ല, അതിനകത്ത് തന്നെ അറിയരുത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഗംഭീരമായിരുന്നു. എന്തായാലും നമുക്ക് കമന്റ്സിലോട്ട് പോയാലോ? ആദ്യം നമുക്ക് പ്രചോദനം തന്നെ തുടങ്ങാം. ഓക്കെ, സൂര്യശ്രീ, സുധീഷ്, മനോജ് തീപ്പൊരിയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, അടിപൊളി. ഒന്ന് ഞാൻ ആദ്യം തന്നെ കൈഡ് തരുന്നത് ഈ ഒരു കണ്ടന്റ് ഭയങ്കര രസമായിരുന്നു. കാര്യം ഇങ്ങനെ ഒരു പെട്രോൾ പമ്പ്, പിന്നെ സെറ്റുകാർക്ക് ഒരു നല്ല കൈ. അതെ, ആർട്ട് ഉഗ്രനാട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പെട്രോളിന്റെ ബാക്കിയുള്ള പരിപാടികൾ പമ്പ് എടുക്കുന്നതും ഇതൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ പെർഫോമൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 3 പേരും ഗംഭീരമായിട്ട് ഈ നമ്മൾ ജീവിച്ച് കാണിക്കാന്ന് പറയും അത്തരത്തിലുള്ളൊരു പ്രകടനമായിരുന്നു. ഇവരുന്ന് കൈയടിക്കണവനെ ക്ലൈമാക്സ് ഉഗ്രം കൈയടിയായിരുന്നു. ഒരു കാര്യം ശരിയാണ്, നീ അടുത്ത പമ്പിൽ പോവാ, അവിടെ തന്നെ കിട്ടുവാളെ കാര്യം പേടിപ്പിച്ച് ഇദ്ദേഹത്തിൻ്റെ ജോലിയാണ്. അതിനകത്തൊരു സീരിയസ് മെസ്സേജും കൂടെ പറഞ്ഞു. ടോട്ടലി ഗംഭീരമായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങളുടെ കോമ്പിനേഷൻ, നിങ്ങളുടെ ടീം എല്ലാം 100 ആയിരുന്നു. അടിപൊളി. ഓൾ ദ നസീർക്ക നന്നായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. നിങ്ങൾ ആ സ്ക്രിപ്റ്റിലെ ഫ്രഷ്നെസ് നിങ്ങൾ അതേപോലെ അതിൽ നിന്നൊട്ടും ചോരാതെ ആ സാധനം അവതരിപ്പിച്ച് കാണിച്ചു. അത് വളരെ മനോഹരമായി. നല്ല തമാശകളാണ് ഉള്ളത്. നല്ല ഫാസ്റ്റായിട്ട് നല്ല ടെമ്പോയിൽ ആ കളി അങ്ങനെ തന്നെ നിന്ന്. കാര്യം ഇത് ഒരു നടന്നു പോയ ഒരു സംഭവത്തിൻ്റെ ഒരു പിൻവാങ്ങലെന്ന് വേണേൽ പറയാം. ഇത് നേരത്തെ കുറേ സംഭവങ്ങൾ ഇതേപോലത്തെ ഉണ്ടായതാണ്. അത് നമുക്കിവിടെ പറയാൻ പറ്റുന്നില്ല. കാര്യം അത് ഇച്ചിരി ട്രാജഡി ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ അതിനെ നിങ്ങൾ ഹാസ്യവൽക്കരിച്ച് നമ്മളിപ്പോഴും ഇവൻ ഈ തീപ്പെട്ടി ഒരയ്ക്കുമ്പോൾ കത്തുക എന്നുള്ളൊരു പേടിയിലായിരിക്കും. കാര്യം പമ്പാണ്, സ്കിറ്റാണെങ്കിൽ പോലും നമ്മുടെ മനസ്സങ്ങോട്ട് അടുത്ത് പോയി. അത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ 3 പേരും അവിടെ നിന്ന് അത് അവതരിപ്പിച്ചത്. മനോജ് ഇതിൽ കിട്ടാതെ പോകത്തില്ല. അല്ലേ, മനോജിൻ്റെ ആദ്യത്തെ കുപ്പിയായിട്ടുള്ള വരവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വണ്ടി അപ്പുറം തീർന്നു, അവിടെ നിന്ന് എണ്ണ വാങ്ങിച്ചു. സാധാരണ അങ്ങനെയൊക്കെയല്ലോ നമ്മൾ ഇടയിൽ സ്കൂട്ടറിൽ നിന്ന് പോയാൽ പമ്പി വന്നിട്ട് 100 രൂപയ്ക്ക്. ഈ ഒരു പ്രശ്നം ഉണ്ടായതിന് ശേഷമാണ് ഈ കുപ്പിക്കകത്ത് എണ്ണ കൊടുക്കാത്തത്. അപ്പോൾ അത് തമ്മിലുള്ളൊരു വിഷയമായിരിക്കും എന്നാണ് ആദ്യം ചിന്തിച്ചത്. അതിന് ശേഷമാണ് ഈ പമ്പിൽ നിൽക്കുന്ന ഈ പെണ്ണ് ആയിട്ട് കല്യാണാലോചന കഴിഞ്ഞാണ് അവളത് നിരസിച്ചുകൊണ്ട് അവളുടെ അവിടെ മുമ്പിൽ വെച്ച് ഞാൻ മരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള സബ്ജക്റ്റ് അന്നേരമാണ് മനസ്സിലായത്. അവിടെ തൊട്ടാണ് ഈ സാധനം അങ്ങോട്ട് കയറിയത് കേട്ടോ. എന്തായാലും വളരെ നന്നായിരുന്നു, അതിമനോഹരമായി, നല്ല ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. 3 പേരും അടിപൊളിയായിട്ടത് ചെയ്യുകയും ചെയ്യും. ഓൾ ദ ബെസ്റ്റ്. സുധീഷേ, മനോജേ, സൂര്യശ്രീ നല്ല ഉഗ്രൻ സ്കിറ്റായിരുന്നു. നോൺ സ്റ്റോപ്പ് ചിരിയായിരുന്നു, ഗംഭീരമായിരുന്നു. സുധീഷ, ഞാൻ കുറെ നാളായിട്ട് മോനെ നിന്റെ ഇതുപോലൊരു പെർഫോമൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. അടിപൊളിയാണ്. ഫാസ്റ്റ് തുടങ്ങിയപ്പം മുതൽ ചിരി അങ്ങോട്ട് തുടങ്ങിയിട്ട് അത് നിന്റെ ചില പ്രസൻറ്റേഷനൊക്കെ ആട്ടി എനിക്കാണിത് ഞെക്കിപ്പിച്ച് കളയാൻ കൊണ്ട് കൊതിയായിട്ടും പാടില്ല. അതൊന്നും സാധാരണ ആരും അങ്ങനെ പെട്ടെന്ന് പറയുന്നില്ല. പക്ഷേ അത് സുധീഷ് പറഞ്ഞപ്പം ഞാൻ കുറേ ചിരിച്ചു. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു സുധീഷിൻ്റെ പോർഷൻസ്. അത് കഴിഞ്ഞ് നമ്മുടെ സൂര്യശ്രീ വരുന്നു. സൂര്യശ്രീ ഗംഭീരമായിരുന്നു കേട്ടോ. എന്താണ് ഇവരുടെ ഒപ്പം നിന്ന് ടൈമിങ്ങിൽ ഡയലോഗ് പറയുമ്പോൾ അഗ്നിസാക്ഷി എന്നൊക്കെ പറഞ്ഞില്ലേ, ഇപ്പോൾ ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ഉഗ്രനായിരുന്നു. പിന്നെ നമ്മുടെ മനോജും കൂടെ അങ്ങോട്ട് വന്നപ്പോൾ പൂർത്തിയായി. ഒരു മനോഹരമായ സ്കിറ്റിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഗംഭീര ചിരികളുണ്ടായിരുന്നു, പൊട്ടിച്ചിരികളുണ്ടായിരുന്നു. ഇതിലും ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് അടുത്ത തവണ ഇനിയും വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പം മാർക്സിലോട്ട് പോവാം അല്ലേ നസീർക്ക? ഞാൻ ഒരു 15,000 രൂപ കൊടുക്കുക. 15,000 രൂപയാണ് നസീർക്ക തന്നിട്ടുള്ളത്. അടുത്ത് തന്നപ്പോഴത്തേക്കും ഞാൻ കൊടുത്തു. ഞാനൊരു 15,000 രൂപ തരികയാണ്. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് 30,000 രൂപ ആയിട്ടുണ്ട്. ഓക്കെ, ബാക്കി പെട്രോളായിട്ട് വേണോ ഡീസലായിട്ട് വേണോ എങ്ങനെ വേണം എന്നുള്ളത് പ്രചോദനോട് ചോദിച്ച് മേടിച്ചോളൂ. പ്രചോദനം തരാൻ റെഡി ആയിട്ട്. എന്തായാലും ഒരു പമ്പ് നടത്തുന്ന വിഷമം നമുക്കറിയാം. അതെല്ലാം മാറ്റാനായിട്ട് ഇങ്ങനൊരു സാധനം. 65,000. അടിപൊളി ഗംഭീരമായിരുന്നു. ഇതേ എനർജിയോടുകൂടി നെക്സ്റ്റ് ടൈം ഇതിലും വലിയ പൊട്ടിച്ചിരികളുമായിട്ട് വരണം. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻ.
അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്കിറ്റിലേക്ക് പോയാൽ പിന്നെ അടുത്ത ഐറ്റത്തിലോട്ട് പോവാം. നമ്മുടെ സമയം കളയരുത്. ഒന്ന് കഴിഞ്ഞാൽ അടുത്ത ടീമിനെ ഉടനെ വിളിക്കുക. കാര്യം നോൺ സ്റ്റോപ്പ് ആയിട്ട് ചിരി പോകുന്നൊരു ഷോ ആണ്. പിന്നെ? അപ്പൊ ആ രീതിയിൽ വേണം അപ്പൊ വിളിക്കാൻ. നോൺ സ്റ്റോപ്പ് ആയിട്ട് ചിരി വേണമെന്നുണ്ടെങ്കിൽ പ്രചോദനം കൊണ്ട് ധൈര്യമായിട്ട് വിളിക്കണം. അപ്പൊ വിളിക്കാം, നമുക്ക് പിന്നെ? കൊട്ടാരം ടീമിനെ വിളിക്കാലോ. രാജേഷ് കൊട്ടാരത്തിൽ, രാജേഷ് കൊട്ടാരം പത്തനംതിട്ട ടീമാണോ? അതെ. വിളിക്കേ. ഹരി ആൻഡ് സുജിത്. പെട്ടെന്ന് വാടാ വിവേക ഇങ്ങോട്ട്. ദാണ്ടെ, ഇതാണ് ഞാൻ പറഞ്ഞ ആ കമ്പനി. നിന്റെ ഈ കല്യാണത്തിന് നിന്റെ കൈ വിറയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ കൊണ്ട് നിന്നെ ചേർത്തേക്കുന്നത്. അതെ, ഇവിടെ കൊണ്ടുവന്ന് നീ പഠിച്ചു കഴിഞ്ഞാൽ കല്യാണത്തിന് താലി കെട്ടാനെ കൊണ്ട് നിന്റെ കൈ വിറയ്ക്കത്തില്ല. ഓ, ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇതിനൊക്കെ എന്തിനാ കൂട്ടി നിൽക്കുന്ന അറിയാവോ? എന്തിന്? 2ാം ക്ലാസ് നമ്മൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ട് മാത്രമാ. നീ പിന്നെ പോയി ഇത്തിരി പോയി പൈസ ഒക്കെ ഉണ്ടാക്കിയല്ലോ. നമ്മൾ ഇപ്പോഴും ഇങ്ങനെ കിടക്കുക. എനിക്ക് ഇപ്പോഴും നിന്നോട് ആ സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജോലി കളഞ്ഞിട്ട് ഇപ്പം ഇവിടെ വന്ന് നിൽക്കുന്നത്, അറിയാവോ? അജയ്, നിന്നോടൊരു കാര്യം ഞാൻ പറയട്ടെ. ഒരു സെക്കൻഡ് ഫോൺ വിളിക്കുന്നുണ്ടോ? ഞാൻ ജോലിയുടെ കാര്യം പറഞ്ഞു. ജോലി സ്ഥലത്തിന് വിളിക്കുന്നുണ്ടോ? സുരേഷേ, ഇന്നലെ നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടാ, ഇന്ന് ഞാൻ പണിക്ക് വരത്തില്ലെന്ന്. ഞാൻ പറഞ്ഞില്ലടാ, ഇറ്റലി എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നെന്ന്. അവനെ കൊണ്ട് ഞാൻ ഇവിടെ ഒരു കമ്പനി വന്ന്. ഈ കമ്പനി ഏത് കമ്പനിയാ? ഡാവ് വാടി കൊച്ചി സെന്റ്. അവിടെ ഞാൻ കേട്ടോ. ഓ, വെക്ക്. നീ അത് എന്തിനാന്ന് അവനോട് ചോദിക്കണം. എന്റെ അജയ്, നീ ഇത്ര നാളായിട്ടും ഇംഗ്ലീഷിൽ നിനക്ക് വായിക്കാൻ അറിയത്തില്ലേ? ഇതെന്ത് വരുന്നേക്കുന്ന അറിയാമോ? വെഡിങ് കോച്ചിങ് സെന്റർ. നീ എന്നെ ഇത് പഠിപ്പിക്കാതെ കൈ വിറയ്ക്കാതെ താലി കെട്ടാൻ എങ്ങനെ പറ്റുന്നു പഠിക്കണ ഇറക്കാം ആദ്യം. അപ്പൊ എന്നെ പഠിപ്പിക്കാൻ നിൽക്കുന്നു. സാറേ, നമസ്കാരം. നമസ്കാരം. ഇതെന്ത് പഠിക്കൊണ്ട് നടക്കുക? ഓ, ഇതേ നമ്മുടെ ഒരു കൂട്ടുകാരനെ. ആ. അവനൊരു കൊച്ചിനോട് ഇഷ്ടമാ. ആഹാ. അവന് ലവ് കിട്ടാൻ അറിയത്തില്ല പോലും. ഓ, നീ അത് പഠിപ്പിക്കാനെ കൊണ്ടാണോ? ആ, അത് ആദ്യം ഞാൻ പഠിക്കണ്ടേ. ഓ, ശരി. അപ്പൊ അതൊന്ന് പഠിപ്പിച്ചിട്ടേ. ഇന്നലെ ഞാൻ വിളിച്ചില്ലയോ? രാത്രി 10 മണിക്ക്. ഓ, നിങ്ങളായിരുന്നു വിളിച്ചത്? ഞാനാ വിളിച്ചത്. ആ, അത് ശരി. ആ, ഞാൻ ചോദിക്കട്ടെ. ആ. കൈ നീട്ടി ആരെയൊക്കെ വിറയ്ക്കും നോക്കട്ടെ. അല്ല, എന്റെ എന്തിനാ വിറയ്ക്കുന്നത്? ആ, ഇതല്ലേ? ഇതാ പയ്യനല്ലേ? ഇതാണ് പയ്യൻ. മോനെ, ഇതി കയറി ഇരുന്നാട്ടെ. പുള്ളിയേ ആ, ഇറ്റലിന്ന് വന്നയാ. ഒന്നും പേടിക്കണ്ട, മനസ്സിലായോ? കൈവറക്ക് മാറ്റി തരണം താലി കെട്ടുമ്പോ. ഷോ, അത് കണ്ടോ? ഫോട്ടോയിലിരിക്കുന്ന ആരാന്ന് കണ്ടോ? ആരാ? വിറച്ച് തുള്ളിയാ ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് എൻ്റെ ഇവിടുത്തെ കോച്ച് നല്ലപോലെ അങ്ങേറ്റ് താലി കെട്ടാൻ നേരത്ത് ഒരു വിറയിലും ഇല്ലായിരുന്നു, ഒരു തുള്ളലും ഇല്ലായിരുന്നു. പണ്ട് സുഖമായിട്ട് ജീവിക്കുന്നു. ഇവര് ഹണിമൂണിന് പോയിട്ട് ഇവിടെ കാശ്മീരിൽ കൊടും തണുപ്പത്ത് ഒരു തലമുടി പോലും പിന്നെ വിറച്ചിട്ടില്ല. ആ, അതുപോലത്തെ കോച്ചിങ്ങല്ലേ നമ്മളിവിടെ കൊടുക്കുന്നതേ. അതുപോലെ കോച്ച് ചെയ്താണ് ഇവന് കൊടുക്കണം. എന്റെ വിവേകന് കൊടുക്കണം. അവിടെ ഇരിക്കും ഞാൻ പറയാം കേട്ടാ. അതെ, മങ്ക മീൻസ് മാങ്കോ കൊണ്ടുവന്നില്ല. അല്ല പൊട്ടന്മാരെ, പെണ്ണ് മങ്ക എവിടാന്ന്? പെണ്ണ് തൃശ്ശൂര്. പെണ്ണ് കാണാൻ പോയത് തൃശ്ശൂർ തന്നെയാണോ പോയത്? അതെ. പെണ്ണ് കാണാൻ ചെന്ന സമയത്ത് ഉണ്ടായ ഒരു അനുഭവം എന്താണ്? പെണ്ണ് കാണാൻ ഞാൻ വീട്ടിൽ ചെന്നു പെണ്ണിന്റെ. ആ. പിന്നെ അപ്പോൾ പെണ്ണ് വന്നിട്ട് ആ. എന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ കാൽ വെച്ചു വട്ടം വരച്ചു. റൗണ്ട് വരച്ചു. റൗണ്ട് വരച്ചു. ആ, അത് എന്തിനാന്ന് അവൻ ചോദിക്കുന്നത്. അതിന്റെ അർത്ഥമോ? അയ്യോ, അവിടെ വട്ടത്തിൽ നീ നിനക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. അടിപൊളി, എനിക്ക് അത് മതി. അതെയോ? അത് മതി. പിന്നെ എവിടെ നിൽക്കുക? ഞാൻ പറഞ്ഞില്ല ഇറ്റലിന്ന് കൊണ്ടുവന്നയാന്ന്. അയ്യോ, നല്ല പാർട്ടി ആയാലും നീ കൊണ്ടുവന്നത്. ഇരിക്കേ. ബാക്കി ചിട്ടളവല്ലോ ഒന്നോ. പിന്നെ ഞാൻ ലിസ്റ്റ് തന്നായിരുന്നല്ലോ. നമുക്ക് കുറെ ആ സാധനം കൊണ്ടുവന്നു. കാര്യമുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ടോ? ഞാൻ കൊടുക്കാം. അതിങ്ങോട്ട് വെച്ചേ. എന്നാ, ആ, എന്നാ. ഇറ്റലിയിലേ വേറെ പെണ്ണുങ്ങളുമായിട്ട് എന്തെങ്കിലും ചാറ്റിങ്ങോ മെസ്സേജോ വല്ലതും ഉണ്ടോ? ഓ, എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്. ആണോ? അവരെ എനിക്ക് ചാറ്റ് ചെയ്യണം. അത് ഇനി മേലെ ആ പരിപാടി നടക്കത്തില്ല. അതുണ്ട്. അത് നടക്കത്തില്ല. കാരണം അത്രയും നമ്പർ ഇനി ഇവിടെ ഏൽപ്പിക്കണം. ഇവിടെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ ഞാൻ അതിനൊരു സ്റ്റാഫിനെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അവരത് ചെയ്തോളും. ഇനി അഥവാ അവർ ചെയ്തില്ലെങ്കിൽ ഈ ജോലി ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ആ നമ്പർ ഇങ്ങനെ തരണം കേട്ടോ. പിന്നെ ഒരു പ്രതിജ്ഞ ഉണ്ട്, അതുകൂടെ ചൊല്ലണം. കൈ നീട്ട്. ആ, പൂമുഖവാതുക്കൽ സ്നേഹം വിടർത്തുന്ന പൂം തിങ്കളാകുന്നു പൂ ചൊവ്വ ആകുന്നു പൂ ബുധനാകുന്നു. ഇങ്ങനെ ഓരോ ദിവസവും അത് തിങ്കളായിരിക്കും. അതായത് വേറെ ആരുമായിട്ട് യാതൊരു വർത്താനം പറയാനൊന്നും പോകത്തില്ല. സത്യം. മനസ്സിലായല്ലോ? മനസ്സിലായി. ഇരിക്കെ, ബാക്കി കാര്യങ്ങൾ പഠിപ്പിക്കാം കേട്ടോ. അയ്യോ, പിന്നെ മുണ്ടെടുക്കാൻ അറിയാവോ? ഇനി മുണ്ടെടുക്കണം. മുണ്ടുണ്ടോ? ഉണ്ട്. അത് കൊണ്ടുവന്നില്ലല്ലോ ഞാൻ. അല്ല, എല്ലാം ഇവിടെ എല്ലാം സെറ്റപ്പ് ഉണ്ട്. എല്ലാം പഠിപ്പിച്ച് വിടുമല്ലോ. ഇതാ വെള്ളമുണ്ട്. ഇതൊന്നും കൊടുക്കാൻ അറിയത്തില്ല. നീ വാടാ ഇങ്ങോട്ട്. നീ മുണ്ട് കൊടുക്കണം. ഞാൻ ഉടുത്തു വെച്ചേക്കുന്നുണ്ടോ? ഇതേപോലെ നീ മുണ്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ. ആളെ കൊണ്ടുവന്നതിന്റെ കമ്മീഷനൊക്കെ ഇങ്ങനെ തരണം കേട്ടാ. അത് ഞാൻ ഏറ്റു. നീ ഇതൊക്കെ നീ എത്ര കെട്ടി? അല്ല, മടിക്കുന്ന 100 3
എന്റെടാ അപ്പൊ നീ ജോൺസന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ പോയത്? ആ അന്ന് ഇതൊരു സാർ തുടങ്ങിയില്ലായിരുന്നല്ലോ ഇവിടെ. ഓ ഞാൻ തുടങ്ങിയില്ലായിരുന്നു. ഇവിടെ 3 ഘട്ടത്തെ ഗതികേട് വന്നു. പിന്നെ പിള്ളേര് രണ്ടാം പിള്ളേര്. രണ്ടാം പിള്ളേര്. മൂത്തവനോ? മൂത്തവന് UK കറങ്ങാൻ പോയില്ലേ? അമേരിക്കയിലോ? അയ്യോ അല്ലല്ല, ഈ UK എന്ന് പറഞ്ഞ അവന്റെ കൂട്ടുകാരനാ, ഉണ്ണിക്കുട്ടൻ അവന്റെ പേര്. അവൻ ഷോട്ടിട്ട് വിളിക്കുന്നയാ. രാവിലെ അവനൂടെ കറങ്ങാൻ പോകും. ആ ഇളയവനോ? ഇളവ UP-യിലല്ലയോ? എവിടെ? UP ഉത്തർപ്രദേശ്. അയ്യോ അല്ലല്ല, UP സ്കൂളിലാ ഇപ്പം 7ാം ക്ലാസ് പഠിക്കുവോ അവൻ. എന്താ കാണിച്ചോളതി ചേടാ എടാ നല്ലൊരു മുണ്ടല്ലോ ഇടത്. ഇതിന്റെ പൈസ കൂടെ അനത്തങ്ങ് മേടിച്ചു അവന്റെ കയ്യിൽ നിന്ന്. അതെന്തിനാ കണ്ടിച്ചും ചോദിച്ചു? എത്ര ബാലൻസ് കിടക്കുന്നു കൊടുത്തു വന്നപ്പോ. അത് കൊള്ളാം. എന്റെ പൊന്നെ ഇവനെങ്ങനെ കല്യാണം കഴിക്കും? ഞാൻ എന്റെ പൈസ അപ്പൊ മുണ്ടിന്റെ 500 ഞാനിപ്പോ അങ്ങ് എഴുതുക കേട്ടോ. ആ നീ ഏതാ അവനെ പഠിപ്പിക്കാനുള്ളത്? ഇനി ഇവനെ പഠിപ്പിക്കാനുള്ളത് ദക്ഷിണ കൊടുക്കുന്നതാ. പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ? പൈസ പിന്നീട് ഞാൻ തരാം. അല്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എടുക്ക. തൽക്കാലം അതം കൊണ്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും. ആ ഇതിപ്പം എത്ര അമ്മാവന്മാരുണ്ടോ? എനിക്ക് 3 അമ്മാവന്മാരുണ്ട്. 3 അമ്മാവന്മാരുണ്ട്. അപ്പൊ അമ്മാവന്മാരുടെ സ്ഥാനത്ത് ദക്ഷിണ എനിക്ക് തരണം. ഞാൻ ഡെമ്മിയാ കേട്ടോ. എന്നാ 3 അമ്മാവന്മാരുണ്ട്. അതിനകത്ത് പോയി ആദ്യം സോമനമ്മാവൻ. സോമനമ്മാവൻ. ഞാനാ സോമനമ്മാവൻ. എനിക്കിതാ. അപ്പം ഇതുപോലെ നീ കുനിഞ്ഞ് കാല് തൊട്ട് തൊഴണം കേട്ടോ. മനസ്സിലായല്ലോ? അപ്പൊ എത്ര? 3 അമ്മാവനല്ലയോ? നിക്കേ 3 അമ്മാവൻ. അടുത്ത രണ്ടാമത്തെ അമ്മാവനില്ലയോ? ആ രഘു അമ്മാവനുണ്ട്. രഘുമാവൻ എങ്ങനെയുണ്ട്? ചൂട് തന്നോ? ആ പുള്ളി ഒരു ഇച്ചിരി ചൂടുള്ള ആളാ. അങ്ങനാണെങ്കിൽ പുള്ളിക്ക് കൂടെ കൊടുത്തേരെ. പുള്ളിക്കും കൂടെ ദക്ഷിണോട്. ഞാൻ തരണോ? പിന്നെ വിഷോട് ഇതെന്താണ് കാണിക്കണേ? ഇങ്ങനെയാണ് എനിക്ക് ദക്ഷിണ തരുന്നേ. ചൂടല്ല രണ്ടാമത്തെ അമ്മാവൻ ചൂടാന്ന്. അപ്പൊ അതിന് കൂടെ 500 രൂപ കൊടു. അതിൻ്റെ കൂടെ കൊടുത്തേരെ. പുള്ളി മാക്കറിയിക്കാതെ കൂടെ. അങ്ങനെ സോമനമ്മാവനും കിട്ടി കേട്ടോ. ഇതുപോലെ കുഞ്ഞാണോ? ഇനി 3ാമത് ഒരു അമ്മാവനോടുണ്ട്. അത് ഞാൻ ഡെമ്മിടാ. വേണ്ട ഇടയ്ക്കൂടെ. അതില്ല, അക്കളിയില്ല. അങ്ങനൊക്കെ ഇവിടുത്തെ കമ്മീഷനും വേണം. അതൊക്കത്തില്ല. ഇപ്പൊ ദക്ഷിണ കൊടുക്കാൻ പഠിച്ചല്ലോ. കൊടുക്കാൻ പഠിച്ചു. അത് നീ ചെയ്യാമോ? പക്ഷെ വേറൊരു കാര്യമാ, എനിക്ക് ദക്ഷിണ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞിങ്ങനെ തൊട്ടു തൊടാൻ പറ്റത്തില്ല. അതിന്റെ നടുവിന് ഈ കംപ്ലൈന്റ് ഉണ്ട്. കംപ്ലൈന്റ് ഉണ്ടോ? അയ്യോ അപ്പൊ ഒരു കാര്യം ചെയ്. നമുക്കേ ഒരു ബംഗാളി അങ്ങ് നിർത്താം. അവനപ്പോൾ ഒരു 10-25 പേര് ഉണ്ടെങ്കിലും ദക്ഷിണ ഭാഗം കുനിഞ്ഞ് തൊഴുതോളും. നീ കൊടുത്താൽ മാത്രം മതി. ബംഗാളി നിർത്താമല്ലോ. ഇവിടെ കല്യാണം ഇവിടെ തൃശ്ശൂർ അല്ലേ? പെണ്ണിന്റെ വീട്ടിൽ വരുന്നതായിരുന്നു. താഴേത്ത് വടത്തിൽ വീട്. തന്തയുടെ പേര് പറ. രാജൻ. അന്ന് ഇവിടുന്ന് ഒരു ബംഗാളിയെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതെന്തിന്? ആ പെണ്ണിന്റെ അച്ഛനെ ആ പെണ്ണിനെ ഇറക്കി വിട്ട് വലിയ അപ്പൊ ഒരു വിഷമം കാണുമല്ലോ. കരയാൻ വയ്യാത്തതിന് ഒരു ബംഗാളിയെ ഞാൻ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ കൊട്ടേഷനും ഉണ്ട് ഇവിടെ. എല്ലാ ഫംഗ്ഷനും ഉണ്ടതെ. നീ ഇവനെ താലി കെട്ടാണെന്നോ പഠിപ്പിക്കുന്നു? താലി കെട്ടാൻ വിളിക്കും. താലി കെട്ടാൻ അവനെ കൈ വിറയ്ക്കുന്നില്ലേ? വിറയിൽ മാറ്റാൻ ചെറിയൊരു മരുന്നോടുണ്ട്. ആദ്യം നമ്മൾ ഒരു 10 മാത്രമേ കഴിക്കാം കേട്ടോ. വിറയിൽ അഥവാ കൂടുതലുണ്ടെങ്കിൽ മാത്രം. ഇങ്ങനെ പിടിച്ചേ കേട്ടാ. അങ്ങനല്ല പക്ഷേ അങ്ങനെയാണ് കുടിക്കുന്നത്. ഇത്രേ ഉള്ളൂ. 2 അടിക്കുമ്പോൾ മറ്റേ കൈയോട് ചെറുതായിട്ടൊന്ന് താങ്ങിക്കും. ചെറുതായിട്ട് അങ്ങനല്ല. ഇങ്ങനെ 2 പ്രാവശ്യം. ഇപ്പൊ എന്തോ തോന്നുന്നു? എനിക്ക് എന്തൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ പോകുമ്പോൾ അജോട് പറഞ്ഞോളാം. വേണ്ട ഇത് മതി. ഇത്രയൊന്ന് കാണിച്ചാൽ ബാക്കി വിട്ടിരിക്കട്ടെ. ഇനി ആരും പേര് വേണം എന്തോ ചെയ്യും. ഒരു കാര്യം ചെയ്യും. അടുത്ത ഇനി താലി കെട്ടാൻ ഞങ്ങൾ പഠിപ്പിക്കാം. താലി കെട്ടാൻ ആദ്യം നമ്മൾ ഇതുപോലെ ഒരു നൂലെടുക്കും. ഇത് കണ്ടോ? പിടി. ഈ നൂല് കൊണ്ടാണ് കെട്ടുന്നത്. ഈ നൂല് കെട്ടിക്കഴിഞ്ഞാൽ ശരിയാകുമോ? ഇതിൽ നിൽക്കുമോ? ഒരു കയർ വാങ്ങിച്ച് കെട്ടിയാ പോലെ. അതൊരു 2 വർഷം കഴിയുമ്പോൾ അത് എടുക്കേണ്ടി വരും. അത് നിന്റെ സ്വഭാവം പോലെ ഇരിക്കും. ഇത് മതി, നൂല് മതി കേട്ടോ. ഇവിടെ വാ. എടാ നീ ഡെമ്മി നീ നാത്തൂന ഇത് മുടി പൊക്കി കൊടുക്കടാ. ആണോ? ഡെമ്മി നാത്തൂന മുടി പൊക്കി കൊടു. കേട്ടിക്കോ. കൊര വീടാ അറിയാവോ? ഇല്ല. അല്ല ഒന്നിട്ട് നോക്കി. ഞാനോർത്ത് മറ്റേ അപ്പുറത്തെ വീട്ടിലെ ടർക്കി കോഴി അലക്കുന്ന പോലെ. ഞാനിങ്ങനെ കുഴ ഇടുന്നത്. ആണോ? കുരവ കൊള്ളാം. പക്ഷെ അത് എനിക്കത്ര അങ്ങോട്ട് സൂചിച്ചിട്ടില്ല. ആരാ കിട്ടുന്നേ? എന്നാ കുഴപ്പമില്ല. അപ്പൊ ആ ഭാഗം ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ട്രിപ്പ്. നീ ഇവിടെ ഇരിക്കേ. ഞാൻ പാലും കൊണ്ട് വരുവേ. ഞാൻ പെണ്ണാ കേട്ടോ. പെണ്ണ് ആ പാലും കൊണ്ട് നിന്റെ റമ്പിലോട്ട് വരുമ്പോൾ നീ പറയണം, നീ കുടിച്ചിട്ട് പകുതി തന്നാ മതി. അങ്ങനെ ഒന്ന് പറഞ്ഞത് കേട്ടോ. നീ കുടിച്ചിട്ട് പകുതി താ. ചൂടായല്ല പറയണ്ടേ? പിന്നെ നീ കുടിച്ചിട്ട് പകുതി തന്നാ മതി. നീ കുടിച്ചിട്ട് പകുതി താ. അങ്ങനെ പറയണം കേട്ടോ. ഇങ്ങനെ പറഞ്ഞാൽ മതി. പകുതി കിട്ടിയില്ല. അങ്ങനെ ഞാൻ ആ കുടിച്ചപ്പോൾ ഒരു പരവേശം ഉണ്ടായിരുന്നു. അങ്ങ് ഇറങ്ങിപ്പോയി. താന്റെ ഫോൺ കിടന്ന് അടിക്കുന്നുണ്ടോ? കുറച്ച് നേരം കിടന്ന് അടിക്കുന്നത്. ദൈവമേ സൈലന്റ് ആയിരുന്നു ഇത്. ഞാൻ അറിഞ്ഞില്ലല്ലോ. വീട്ടിൽ പെണ്ണുമ്പിള്ളയാ. എന്തോ ചെയ്യും? ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്തുവാ? ടെൻഷൻ അടിക്കാന്ന് പറഞ്ഞാൽ എന്റെ ഇടയിൽ ഇവന്റെ കൈയല്ലേ വിറക്കുന്നുള്ളോ? എനിക്ക് ഭാര്യയെ കാണുമ്പോഴാണോ വിറയില്.
രാജേഷ്, ഹരി, സുഹിത്ത്, നല്ലൊരു കൈഡി കൊടുക്കാം നമ്മുടെ പത്തനംതിട്ട ടീമിന്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ കമൻസിലോട്ട് പോയാലോ? ഓക്കെ, നമുക്ക് പ്രചോദനം തന്നെ തുടങ്ങാം. പ്രചോദനം, നിങ്ങളുടെ ത്രെഡ് നല്ല ത്രെഡായിരുന്നു. പിന്നെ എനിക്ക് അതിനകത്ത് പറ്റിയപ്പോൾ ഒരു പ്രശ്നം ഞാൻ പറയുന്നത്, ഈ നിങ്ങൾ രണ്ടുപേരും ഡെഡായിപ്പോയി. ഇപ്പം ഹരി എക്സ്പ്ലെയിൻ ചെയ്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ പ്ലേ കുറഞ്ഞു പോയി. ആൾക്കാർ നിങ്ങൾ മൂന്നും വന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ 3 പേരുടെ അറമാദം കാണാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പം അതിനകത്തൊരു പ്ലേ കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ട്. അല്ല, നിങ്ങൾക്ക് തോന്നില്ല? എങ്ങനെ തോന്നി രാജേഷ്? അല്ലേ? കാര്യം ഒന്നാമത് തന്നെ സുഹിത്ത് ആ സ്ലാങ് എടുത്തപ്പോൾ അതിനകത്തൊരു കോമഡി വർക്കൗട്ട് ചെയ്യാൻ വലിയ പാടാണ്. ഒരു ഇംഗ്ലീഷും മലയാളം അല്ലാത്തൊരു സാധനം എടുക്കുമ്പം ത്രൂ ഔട്ട് നിന്ന് നമ്മളത് പറഞ്ഞെങ്കിൽ അതിന് ചിരി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ഇറ്റലിയിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറഞ്ഞ് ആ പറച്ചിലിന് ഈ നമ്മളൊന്ന് അടുക്ക് സ്പീഡ് കിട്ടിയെങ്കിൽ മാത്രമേ അതിന് ചിരി കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ ഒന്ന് പറഞ്ഞ് കുറേ നേരം കഴിയുമ്പോൾ അത് പറയുമ്പോൾ വീണ്ടും അതിലേക്ക് എത്താൻ ഇച്ചിരി പാടാണ്. അപ്പോൾ എനിക്ക് അതിനകത്ത് കുറച്ച് ഹ്യൂമർ കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഈ ഓട്ടത്തിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. നിങ്ങൾക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ പലയിടത്തും പല ഫംഗ്ഷനൊക്കെ വിളിക്കുന്നുണ്ട്. ഞാനിപ്പോഴും എനിക്കൊരു അഡ്വൈസ് തരാനുള്ളത്, ഈ പല ഫംഗ്ഷൻ വന്നാലും നമ്മളിവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു പരിപാടിക്ക് നിങ്ങൾ പോകരുത് എന്ന് ഞാൻ വീണ്ടും അഡ്വൈസ് ചെയ്യുക. കാര്യം നിങ്ങളുടെ ഒരു ഫ്ലോറാണിത്. നിങ്ങളെ പ്രേക്ഷകർ അത്ര ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ നിങ്ങളെക്കുറിച്ച് അത്ര എഴുതുക. അത് ഇഷ്ടപ്പെടുന്ന ഒരു സ്വീകാര്യത കിട്ടാൻ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ കൊതിക്കുന്നുണ്ട്. ആ സ്വീകാര്യതയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ ഇഷ്ടം പോകാൻ നമുക്ക് ചില സമയങ്ങൾ മതി. അപ്പോൾ നിങ്ങൾ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം പൊളിക്കണം. നമുക്ക് ഓൾ ദി ബെസ്റ്റ്. നസർക്ക, തമാശയുടെ ഒരു ചെറിയ കുറവുണ്ടായിരുന്നു. നിങ്ങളിൽ നിന്നൊരു ചിരി ഓഡിയൻസ് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. ആ ചിരി അവർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ തന്നെ അധ്വാനിച്ചാലേ ആ ചിരി അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതിന് നിങ്ങൾ തന്നെ ശ്രമിച്ചേ പറ്റും. നിങ്ങളോട് ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. ഈ വേദിയെക്കുറിച്ചെല്ലാം A to Z അറിയാവുന്ന ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങളുടെ പുറത്തുള്ള ഔട്ട്പുട്ട് അതാണ് അല്ലേ? അതിന് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. രാജേഷ്, ഹരി, സുഹിത്തെ, ഇന്നലെ എവിടെയായിരുന്നു സ്വീകരണം? നെടുങ്കണ്ടത്തിൽ നിന്ന് എപ്പോഴും എത്തിയത്? രാവിലെ 7 മണിക്ക്. 7 മണിക്ക്. ഹരിയുടെ തൊണ്ടയ്ക്ക് എന്ത് പറ്റി? ഉറക്കളച്ചതിൻ്റെ ആണല്ലേ? ഓക്കെ. അപ്പം അതൊക്കെയാണ് ഈ കുഴപ്പങ്ങൾ. നമ്മുടെ ഈ പ്രേക്ഷകർ എന്ന് പറയുന്നത്, അവർക്ക് ഒരാളോടൊരു ഇഷ്ടം തോന്നാൻ വലിയ പാടാണ്. അതിൻ്റെ മാജിക് ആർക്കും അറിഞ്ഞുകൂടാ. അവരുടെ ഇഷ്ടം, ഈ പ്രേക്ഷകരുടെ ഇഷ്ടം എങ്ങനെയാണ് നേടുക എന്നുള്ളത് ആർക്കും അതിൻ്റെ മാജിക് അറിഞ്ഞുകൂടാ. അവരിഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. ആ ഭാഗ്യം ഇപ്പം നിങ്ങൾക്ക് കിട്ടിയേക്കുകയാണ്. ഇതിലും സ്പീഡിലായിരിക്കും ഒരു പക്ഷേ അവരുടെ ഇഷ്ടം നമ്മളോട് പോകുന്നതും. ഇത് രണ്ടും എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ ഇഷ്ടം നിങ്ങൾ പിടിച്ചു നിർത്തണമെങ്കിൽ നിങ്ങൾ സ്വീകരണത്തിന് പോയതുകൊണ്ടോ ഉദ്ഘാടനത്തിന് പോയതുകൊണ്ടോ മറ്റു പരിപാടികൾക്ക് പോയതുകൊണ്ടോ ഒന്നുമല്ല. അവർ നിങ്ങളെ ഇഷ്ടപ്പെട്ടത് ഈ വേദിയിൽ നിങ്ങളെ കണ്ടിട്ടാണ്. അപ്പോൾ ആ ഇഷ്ടം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വേദിയിൽ അവരാഗ്രഹിക്കുന്ന ചിരികൾ കൊടുത്തുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, അത് പ്രേക്ഷകരോടുള്ള ഒരു റിക്വസ്റ്റാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ 3 പേര് ഇവിടെ ഇരിക്കുന്ന ജഡ്ജസ് ആരാണെങ്കിലും ഞങ്ങളൊരു മാർക്ക് ഇടുന്നത് ഇവിടെ ഇവർ പെർഫോം ചെയ്യുന്നതും ഇവരുടെ പ്രകടനത്തിനുമാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ല, ഒരിക്കലും ഒരു സ്കിറ്റ് എടുത്ത് അത് നമ്മുടെ എഡിറ്റേഴ്സ് എഡിറ്റ് ചെയ്ത് അവരതിൻ്റെ മ്യൂസിക് ഇട്ട് നമ്മുടെ യൂട്യൂബിൽ വരുമ്പോൾ ആ വീഡിയോ നോക്കിയിട്ടല്ല നമ്മൾ ഒരിക്കലും മാർക്ക് കൊടുക്കുന്നത്. നമ്മൾ ഇവിടെ കാണുന്ന ഇവരുടെ പെർഫോമൻസിനാണ് നമ്മളൊരു മാർക്ക് കൊടുക്കുന്നത്. ഇവിടെ പെർഫോം ചെയ്യുന്ന ഒരു ടീമിനും മാർക്ക് കുറയരുത്, ഒരു ടീം മോശമാവില്ലേ എന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ ജഡ്ജസാണ്. എപ്പോഴും നമ്മൾ മാർക്ക് ഇടുന്നത് ഇവിടുത്തെ ഒരു പെർഫോമൻസിന് വേണ്ടി മാത്രമാണെന്നുള്ള കാര്യം ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ സ്കിറ്റിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഹരിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങൾ രണ്ടുപേരും നിങ്ങളെടുത്ത ക്യാരക്ടേഴ്സിനും പ്രത്യേകിച്ചൊന്നും പെർഫോം ചെയ്യാനില്ലായിരുന്നു, തമാശകളൊന്നുമില്ലായിരുന്നു. പക്ഷേ പ്രേക്ഷകർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഗംഭീര പൊട്ടിച്ചിരികളാണ്. ആ പൊട്ടിച്ചിരികളിലായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. ഓക്കെ, ഇതൊക്കെ നമ്മുടെ റിക്വസ്റ്റാണ്. നിങ്ങൾ എപ്പോഴും നന്നായിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ റിക്വസ്റ്റാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ടൈം ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് വരണം. ഓൾ ദ വെരി ബെസ്റ്റ്. നല്ലൊരു കൈയ്യടി നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്സിലോട്ട് പോയാലോ നമുക്ക്? പ്രചോദനം തന്നെ. ഓക്കെ, ഞാൻ ഒരു 6 മാർക്ക്. 6 മാർക്കാണ്. 6000 രൂപയാണ്. ഞാനും നിങ്ങൾക്കൊരു 6000 രൂപ തന്നിരിക്കുന്നു. ഇപ്പം നിങ്ങൾക്കൊരു 12000 രൂപയായിട്ടുണ്ട്. ബാക്കി നസർ ബാക്കി താണ്ടേ. ഇതാ അവിടെ 20,000 നിങ്ങളുടെ തുടക്കത്തിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിരിക്കും. പക്ഷേ ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും നിങ്ങളെ ഹാപ്പി ആക്കില്ല എന്നറിയാം. നല്ല വഴി കൂടെ പോകാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം സുഹൃത്തെ ഹരി ആൻഡ് രാജേഷ്. പ്രചോദേ, എന്തോ പൊട്ടിച്ചിരികളുടെ രാജകുമാരന്മാരെയാണ് ഇനി വിളിക്കാൻ പോകുന്നത്. അപ്പൊ നല്ല കൈയ്യടി കൊടുത്തങ്ങ് വിളിച്ചാലോ? വിളിക്കാം. പൊട്ടിച്ചിരികളുടെ രാജകുമാരൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ. എനിക്കറിയാം. അന്നൊരു പേര് കബറ ഓൾസൺ ആൻഡ് സോളമൻ. നല്ലൊരു കൈയ്യടി. എടാ സുമേഷ, നീ എവിടെ പോയിരിക്കാണ്?
എടാ ഞാൻ ഫ്ലോറിലുണ്ട്, 10 മണിയാകുമ്പോൾ ഷൂട്ട് തുടങ്ങും. അതിനു മുമ്പ് നീ എവിടെന്നെങ്കിലും ഏതെങ്കിലും മന്ത്രവാദിയെ കൊണ്ടുവന്ന് പൂജ നടത്തിയിട്ട് എന്ത് കാണിച്ചിട്ടാലും ഇല്ല, ഇന്ന് നമുക്ക് ഗോൾഡൻ പഞ്ച് അടിക്കണം. നീ ഒന്ന് സമാധാനപ്പെടേണ്ട സുരേഷേ, ഞാൻ മന്ത്രവാദമായിട്ട് ദേ വന്നിട്ടിരിക്കണം. നീ ഒന്ന് വാ, 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 പെട്ടെന്ന് പോ, ഞാൻ എല്ലാ സാധനവും റെഡിയാക്കിയിട്ടുണ്ട്. അതെന്നാ പരിപാടിയാ? സുഖിച്ച് വരുമല്ലായിരുന്നു. പ്ലീസ് പ്ലീസ് പ്ലീസ്. ആ മതി, കളിച്ചത് മതി. 2 സ്റ്റെപ്പ് ഇടാനുണ്ടായിരുന്നു. അത് വീട്ടിൽ പോയിട്ട് നീ കളിച്ചാൽ മതി 2 സ്റ്റെപ്പ്. ഏതാടാ ഈ പുള്ളിനെ കൊണ്ടൊക്കെ വലിയ സംഭവം നടക്കുവോ? നീ കാണുന്ന ആളല്ല, ഭീകരനല്ലേ? ആണോ? ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ആളാ. അത് മയോണസ് ഉണ്ടെങ്കിൽ ഞാനും ചുട്ട കോഴിയെ പറപ്പിക്കൂലോ. അണ്ട് അൽഫാം കയറ്റി വിടുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. എടാ അത്രയ്ക്ക് മാന്ത്രികനാണ് പുള്ളി, ചുട്ട കോഴിയെ പറപ്പിക്കും. ഹലോ ഹലോ ഹലോ, അവിടെ ഒന്ന് വിശ്വസിക്കാതെ ഇങ്ങോട്ട് വാ. കാര്യം പറ. വേറെ ഒന്നുമില്ല മന്ത്രവാദി, എന്നാന്നറിയോ, ഞങ്ങൾ ഈ സ്കിറ്റ് കളിക്കുമ്പോഴേ ഞങ്ങളുടെ കൗണ്ടർ ഒന്നും ചിരി കിട്ടണില്ല. താൻ ഏത് ഭാഗത്ത് നിന്നായി കൗണ്ടർ അടിക്കുന്നത്? ഞാൻ ആ ഭാഗത്ത് നിന്നാ കൂടുതലും കൗണ്ടർ അടിക്കണത്. മറിക്ക്. ആ ചുമ്മാതല്ല, ഇത് ഈശാന കോണാ. ഈശാന കോണിൽ നിന്ന് കൗണ്ടർ അടിച്ചാൽ കേറത്തില്ല. പിന്നെ ഏത് കോണിൽ നിന്ന് കൗണ്ടർ അടിച്ചാലാ കയറുന്നേ? അത് പോട്ടെ, ഞങ്ങൾ ആദ്യത്തെ ഷെഡ്യൂൾ വന്നപ്പോ 10 അടിച്ചു, രണ്ടാമത്തെ ഷെഡ്യൂൾ 30 അടിച്ചു, ഈ ലാസ്റ്റ് ഷെഡ്യൂൾ വീണ്ടും 10 അടിച്ചു. എന്റെ അഭിപ്രായത്തില് നിങ്ങൾ ഈ 10 30 അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല. സത്യം, അത് അടിക്കുവാണെങ്കിൽ 3 90 അടിക്കണം, എന്നാലേ തലയ്ക്ക് പിടിക്കാം. കൗട്ട അടിക്കുന്ന കാര്യം കവട്ടയാണോ? ഞങ്ങൾക്ക് സമ്മാനം കൗണ്ടർ അടിച്ചിട്ട് സമ്മാനം അടിക്കുന്ന കാര്യം. സമ്മാനം അടിക്കുന്ന കാര്യം ടെൻഷൻ അടിക്കണ്ട, ഞാനൊന്ന് പ്രശ്നം ചെയ്യാൻ നോക്കട്ടെ. എന്നെ കാണുന്നതിന് മുമ്പേ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നത്തിന് വേണ്ടി ജോത്സ്യനെ വല്ലതും പോയി കണ്ടായിരുന്നു? ഞാനൊരു ജോത്സ്യനെ കണ്ടിട്ടേ ചരട് ഇങ്ങനെ ജയിച്ചു കിട്ടിയായിരുന്നു. ഇതെന്നടാ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനോ? മുഴുവൻ പാളമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ്. എന്നറിയോ, ഈ ചരട് കണ്ടോ? ഇത് ഷാജൻ ചേട്ടൻ ചിരിക്കാൻ വേണ്ടി, ഇത് പ്രചോദയേട്ടൻ ചിരിക്കാൻ വേണ്ടി, ഇത് നസീർക്ക ചിരിക്കാൻ വേണ്ടി, ഇത് ജീവിച്ചിരിക്കാൻ വേണ്ടി. അയ്യോ, നിനക്ക് എന്താ മാറാരുവോ? അതിനങ്ങനെ വെച്ചത് ജീവിച്ചിരിക്കാൻ വേണ്ടി നീ ഏലസ് കിട്ടിയെന്ന് പറഞ്ഞു. ജീവിച്ചിരിക്കാൻ വേണ്ടി അല്ലെന്ന്, പിന്നെ നമ്മുടെ ആങ്കർ ജീവച്ചിരിക്കാൻ വേണ്ടി കെട്ടിയ ഏലസാണ്. ഓ, ജീവചരിക്കാൻ വേണ്ടി. അതെ അതെ. എന്നിട്ട് ഇവരാരെങ്കിലും ഒക്കെ ചിരിച്ചോ? എവിടുന്ന് അവര് ചിരിക്കണല്ല, ഞാൻ ഈ ഷട്ടിലാണ്ട് പോകുമ്പോ നാട്ടുകാർ ചിരിക്കുവാണ്. ഈ കോലം കണ്ടു കഴിഞ്ഞാൽ ആരാ ചിരിക്കാത്ത? അതൊന്നും വേണ്ട, എല്ലാം അഴിച്ചു കളഞ്ഞേക്ക. മനസ്സിൽ ഈശ്വരനെ ഭജിക്കുക. ഞാനൊരു കൂട്ടം അങ്ങോട്ട് തരാം, ഇതങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാ എല്ലാം ഓക്കെ ആവും. പിടിച്ചോളുക. ഇതെന്നാ കുർല എക്സ്പ്രസ് പോവുകയാണല്ലോ. ഇത് കംപ്ലീറ്റ് ചിരിക്കാനുള്ള കൗണ്ടറിന്റെ ഏലസുകളാ. ആണോ? ഇത് മന്ദഹാസം, ഇത് പൊട്ടിച്ചിരി, ഇത് അട്ടഹാസം, ഇത് വെടലച്ചിരി, ഇത് കൊലച്ചിരി. ഇങ്ങേറ്റത് കാണുന്നുണ്ടോ? അത് ഷാജോൺ 1 മിനിറ്റിന് മേളിൽ 10-45 തവണ ചിരിക്കാൻ വേണ്ടിയുള്ള റെക്കോർഡ് ചിരിയാ. അത് ചിരിച്ചു കഴിഞ്ഞാൽ ഓക്കെയാ, ആണല്ലേ? നിങ്ങളുടെ കാര്യം ഓക്കെയാ. മന്ത്രവാദി, ഇതുകൊണ്ടൊന്നും നമ്മുടെ പ്രശ്നം തീരില്ല. നമുക്കതേ നമ്മുടെ മെയിൻ ആയിട്ട് സംഭവം അറിയോ, ഇന്ന് ഇവിടെ 10 മണിക്ക് ഷൂട്ട് തുടങ്ങും. അതിനു മുമ്പ് എന്ത് സംഭവം ചെയ്തിട്ടാലും ഇന്ന് നമുക്ക് ഗോൾഡൻ പഞ്ച് അടിക്കണം. അടിപ്പിക്കാമല്ലോ? അടിപ്പിക്കണം, എങ്ങനെയെങ്കിലും അടിപ്പിക്കണം. എല്ലാം റെഡിയാക്കി തരാം. എല്ലാം നോക്കട്ടെ കേട്ടോ. കുബൂസോ? കുബൂസ് അല്ലെന്ന്, കുജൻ ബുധൻ ശുക്രൻ. അവരാരൊക്കെയത്? എന്റെ കുഞ്ഞമ്മയുടെ അനീത്തിയുള്ള മക്കളാ. അറിയത്തില്ല, അതാണ്. എടാ പോടാ ഇവിടുന്ന്. കുജന് കുറച്ചിരിക്കട്ടെ, ബാക്കി ഇരിക്കുന്ന ശുക്രനും ഇരിക്കട്ടെ. ഞങ്ങൾക്കില്ലേ? എന്തോന്ന്? തൊണ്ടുകളഞ്ഞ കപ്പലിന്റെ അല്ലേ? എടാ ഇത് കബഡിയാടാ, കബഡി. നോക്കട്ടെ. ചുമ്മാതല്ല, രാഹുലും സേതും കുളികനെ നോക്കി നിൽക്കുക. അവന്മാരുടെ സ്ഥിരം പരിപാടിയാണ് ഈ കുളി കണ്ടോണ്ട് നിൽക്കുന്ന പരിപാടി. ആര്? നിങ്ങളല്ലേ പറഞ്ഞ രാഹുലും സേതും കുളി കണ്ടോണ്ട് നിൽക്കുവന്ന്? എടാ പെടലേ, രാഹുലും സേതു അല്ല, രാഹുവും സേതുവും കുളികനെ നോക്കി നിൽക്കുവാന്ന്. അവന്മാരെന്തിനാ ആ പുള്ളിനെ നോക്കി നിൽക്കുന്നത്? ഷെയർ അടിക്കാൻ. ഇത്തവണത്തെ ഷെയറിന് ഞാനും ഉണ്ടെന്ന് പറയാം, 100 ഞാനും ഇട്ടു. അതൊന്നും അല്ല, വിട്ടേക്ക്. നാളെന്തുവാ? നാളെ ഒക്ടോബർ ഉണ്ടല്ലേ? അയ്യോ, ഒക്ടോബർ 2 അവധി, സാധനം കിട്ടുന്നില്ല. സാധനം മേടിച്ചേക്കാം. എന്താ പറയും പറയുന്നത്? എടാ ആ നാളാണോ? നിങ്ങളുടെ നാളെ ഏതാ? നക്ഷത്രം ഏതാന്ന്? എടാ നക്ഷത്രം ചോദിച്ചാണ്. ഈ ഭരണിക്ക് വല്ല പ്രശ്നമുണ്ടോ? ഭരണി അടിപൊളിയാ, പക്ഷെ സൂക്ഷിച്ചില്ലേ കയ്യിൽ വീണ് കഴിഞ്ഞാൽ തവിട് പൊടിയായി പോയി മോനെ. പൂരം എങ്ങനെയുണ്ട്? പൂരം 35 ആന, കൊടമാറ്റം, രാത്രിയിലെ വെടിക്കെട്ട് അടിപൊളിയാ കേട്ടോ. നിങ്ങളിത് ഏത് പൂരത്തിന്റെ കാര്യമാണ് പറയണത്? തൃശ്ശൂർ പൂരത്തിന്റെ കാര്യം ഞാൻ അതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്റെ നക്ഷത്രം, എന്റെ നാള് പൂരം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഓ പൂരം. പൂരം പൂരസ്യേന അതെ, ഇത്തിരി കടുപ്പാട്ടോ. എന്റെ നാളിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നാളിലല്ല, ഞാൻ ചൊല്ലിയ മന്ത്രമേ വായിക്കൊള്ളാൻ പറ്റുന്നില്ല, ഭയങ്കര കടുപ്പമാണ്. ഈ നാളൊന്നും മാറ്റിപ്പിടിക്കാൻ വല്ല മാർഗമുണ്ടോ? സ്കിറ്റാണോ മാറ്റി പിടിക്കാൻ? നാളെ അങ്ങനെ പെട്ടെന്ന് മാറ്റി പിടിക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ മാറ്റി പിടിക്കുന്നില്ല, പിടിക്കണ്ട, ഞാൻ പിടിച്ചോളാമല്ലോ. എന്റെ ഉണ്ടല്ലോ പിടിക്കാനായിട്ട്. എന്റെ വല്യപ്പ അങ്ങനെയാണ് ഞാനും കിടക്കും. ഞാൻ കിടക്കും.
റഫറിയോ? എടാ ഇത് രാശി നോക്കുവല്ലേ? രാശി നോക്കിയതാണോ? ഈ രാശി നോക്കിയിട്ട് വേണം നമ്മുടെ ഇവിടുത്തെ പ്രശ്നത്തിന്റെ വിധി കണ്ടുപിടിക്കാൻ. നോക്ക്. ഇനിയിപ്പോ പറഞ്ഞുതരാം. ഞാൻ പ്രശ്നത്തിൽ കാണുന്നുണ്ട്. എന്താണ്? അർജുനൻ ആരാ? പാണ്ഡവരിൽ മൂന്നാമത്തെ ആള്. അപ്പൊ ആ അർജുനനാണോ ഇവിടെ വന്ന് ആക്ഷനും കട്ടും പറയുന്നത്? അത് ഞങ്ങളുടെ ഡയറക്ടർ സാർ അർജുനാണ് ഇവിടെ വന്നത്. അർജുനനെ തൃപ്തിപ്പെടുത്തണം. അയ്യോ, പുള്ളിനെ തൃപ്തിപ്പെടുത്താൻ ആരെ കൊണ്ടും പറ്റത്തില്ല. നമ്മൾ ഒരു സ്കിറ്റ് കളിക്കുകയാണെങ്കിൽ പുള്ളി പറയും, അണ്ണാ 2 സ്കിറ്റ് കൂടെ കളിച്ചിട്ട് പോകണം. സ്കിറ്റ് കളിച്ച് പുള്ളിനെ തൃപ്തിപ്പെടുത്താൻ സ്കിറ്റ് കണ്ടാ മടുപ്പില്ലാത്തൊരു മനുഷ്യൻ. ഞാൻ അതല്ല പറഞ്ഞത്, അർജുനന്റെ വിശ്വസ്തനായി തീരണം. അയ്യോ, പുള്ളിനെ ഈ അർജുൻ പറഞ്ഞ കക്ഷിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്ത് പറ്റി? ഞാൻ അതേ കഴിഞ്ഞ ദിവസം ചുമ്മാ എന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പുള്ളിയുടെ തന്നെ പറഞ്ഞു, സാറേ എന്നെ വേറൊരു ചാനലിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ഞാൻ പോകണ്ടെന്ന് പറഞ്ഞു കാണും അല്ലേ? എവിടെ അപ്പൊ തന്നെ പൊക്കോളാൻ പറഞ്ഞു. വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്കൊരു പരിഹാരമുണ്ട്. ആത്മാർത്ഥമായിട്ട് കണ്ണടച്ചോളുക. ആയിക്കോട്ടെ. കകട കകട പ്രജട പ്രജട ഗകട കകട ടകട ടകട ടട 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 ടട. ഇനി അടുത്തതായിട്ട് ഇതേ ട്രെയിൻ ഒരു ഗുഹയ്ക്കകത്തോടെ പോകുന്ന ശബ്ദം. ഇത് ട്രെയിൻ പോയതല്ല, പിന്നെ എന്റെ ആത്മീയ ഗുരു എന്നെ പഠിപ്പിച്ച ഘോര മന്ത്രമായത്. ഗുരുവിന്റെ പേര് കലാഭവൻ മധു എന്നാണോ? മിമിക്രി ആയിട്ട് വന്നേക്കുവാ. തമാശ വേണ്ട. തമാശ വേണ്ടത് തമാശക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പൂജ നടത്തുന്നത്. അതല്ലെന്ന് പറഞ്ഞത്, മന്ത്രത്തിനിടയ്ക്ക് തമാശ വേണ്ടെന്ന്. ഇല്ല, കണ്ണടച്ചോളുക. പ്രജട പ്രജട പ്രചോദയായ കലാഭവനസ്യായ പ്രചോദസ്യായ. കലാപവും പ്രചോദം ഏത് മന്ത്രത്തിലാ കലാപവും പ്രചോദം? അല്ല, കലാപവും പ്രചോദം ഇവിടുത്തെ ജഡ്ജി ആണല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ പ്രചോദനെ പ്രചോദിപ്പിക്കട്ടെ, അതിനുവേണ്ടിയാണ് പ്രജട പ്രജട പ്രചോദയായ കലാഭവനസ്യായ എന്ന് നാം അങ്ങോട്ട് ഉച്ചരിച്ചത്. ആയിക്കോട്ടെ. പിന്നെ ഈ ഷാജോൺ എന്ന് പറഞ്ഞ കക്ഷി എങ്ങനെയുണ്ട്? കേട്ടെടുത്തോളം ആള് കോട്ടയംകാരനാ. ഒരു തോടെ പോയതെല്ലാം പൂളാമായിരുന്നു. പറഞ്ഞ ഭയങ്കര ഭയങ്കര നിസാര കൗണ്ടർ പൊട്ടിച്ചിരിച്ചു. അപ്പോ രാശിപ്പലകെ നോക്കിയിട്ട് ചുമ്മാതല്ല, ഈ ജഡ്ജസിനെ കൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇല്ല, പിന്നെ ആരെ കൊണ്ട്? പിന്നെ കാണുന്നത് സോഷ്യൽ മീഡിയയുടെ നിങ്ങൾക്ക് നേരെയുള്ള കടുത്ത അപഹാരം. ദൈവമേ, മന്ത്രവാദി ഇത് അങ്ങോട്ട് പറയണമെന്ന് വെച്ചിരിക്കുന്നു. കിട്ടുന്ന താഴെ എമ്മാതിരി നെഗറ്റീവ് കമന്റ് ഇടുന്നു. എന്താ പറയുന്നത്? ഇതിനൊക്കെ ചിരിക്കണമായിരിക്കും. നീയൊക്കെ വേറെ വല്ല പഠിക്കുമ്പോടാ. ഇതിലെവിടെയാ കോമഡി? ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ് ആണ്. എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? ചെയ്യാൻ പറ്റുമോ? പ്രതിവിധി ഉണ്ടല്ലോ, നമുക്ക് ഒരു മന്ത്രം ചൊല്ലാം. ആയിക്കോട്ടെ. ഘോര ഘോര ഖേര ഖേര ചൂര ചൂര. ഒരു കപ്പയും കൂടെ പറഞ്ഞു. എന്തിന്? കേരക്കരയ്ക്ക് ഫസ്റ്റ് കപ്പയാണ്. കപ്പയൊക്കെ നല്ല പൊറോട്ട. കപ്പയാണ് നല്ലത്. നീ എന്നെ പറഞ്ഞു, നമ്മള് കപ്പയും നല്ല ചൂട് പൊറോട്ട. നീയൊക്കെ കപ്പ പൊറോട്ട കഴിക്കണമെന്നുണ്ടെ ഷാപ്പിൽ പോയി കഴിച്ചണം കേട്ടോ. ബാക്കിയുള്ളവരെ കൊതിപ്പിക്കാൻ ഇങ്ങോട്ട് വന്നേക്കോ, വെറുപ്പിക്കാനായിട്ട്. ഒരു കാര്യം ചെയ്യാം, അത് വിട്ടേക്കാം. ആവശ്യമില്ലാതെ വലിച്ചു നീട്ടു കേട്ടോ മന്ത്രം ചൊല്ലി. സന്തോഷം. പിടിച്ചേ. ആയിക്കോട്ടെ, നമ്മൾ പിടിക്കുക. ആയിക്കോട്ടെ, പോവുക. അല്ല, ഈ ബുക്കിനകത്തൊന്നും എഴുതിയിട്ടില്ല. ഇനി നിങ്ങൾ ഈ സ്വസ്ഥമായിട്ട് എവിടെയും പോയിരുന്നു നല്ലൊരു സ്ക്രിപ്റ്റ് ഈ ബുക്കിനകത്ത് എഴുതുക. എന്നിട്ട് റിഹേഴ്സൽ ചെയ്തിട്ട് ഈ ഫ്ലോറിൽ കൊണ്ടുവന്നിട്ട് ഗോൾഡൻ പഞ്ച് അടിക്കുക. അപ്പൊ നിങ്ങളെ മന്ത്രവാദം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ? എടാ, മന്ത്രവാദം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ ഞാനും എന്റെ 2 ശിഷ്യന്മാരോട് വന്നിട്ട് എപ്പോഴേ അടിച്ചേനെ ഗോൾഡൻ പഞ്ച്. മന്ത്രവാദി പോടാ, പോയി സ്കിറ്റ് എഴുതടാ. പോൾസൺ ബാസി സോളമൻ, നല്ലൊരു ഗൈഡ് കൊടുക്കാം മന്ത്രവാദിക്കും. അതേപോലെ ഇവിടെ തമാശകൾ പറഞ്ഞ് രക്ഷപ്പെടാൻ കഷ്ടപ്പെടുന്ന പോൾസണും ബാസിക്കും വേണ്ടിയിട്ട് നല്ലൊരു ആലോചനയായിരുന്നു. ആ സ്കിറ്റിനെ കുറിച്ച് നല്ലൊരു ആലോചന എന്ന് വേണം തന്നെ പറയണം. എന്തായാലും നമുക്ക് ഇന്നത്തെ കമന്റ്സിലോട്ട് പോവാം അല്ലേ? നസീർക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യട്ടെ. നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും ഏത് പരുവത്തിലാണ് ഈ സ്കിറ്റ് പോയതെന്നുള്ളത്. നിങ്ങളുടെ ഇതിൽ പറഞ്ഞതിൽ ഒട്ടുമുക്ക കാര്യങ്ങളും നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ഓഡിയൻസിന് അതാരാ എന്താ ഏതാണെന്നൊന്നും അറിയത്തില്ല. ഈ പറഞ്ഞ ഞങ്ങളെ 3 പേരും പറഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ അവർക്കറിയാൻ പറ്റും. എന്നാ നമ്മുടെ പ്രൊഡ്യൂസറെയൊക്കെ പറഞ്ഞാൽ ഡയറക്ടർ പറഞ്ഞാലൊന്നും ഒരു പക്ഷെങ്കിൽ അറിയില്ല. അപ്പം അത് പോട്ടെ. ഇതിപ്പം നമ്മൾ ഒരു സ്കിറ്റ് ചെയ്തേ പറ്റൂ എന്നൊരവസ്ഥ വന്നപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് റെഡിയാക്കിയെടുത്തൊരു സ്കിറ്റായിട്ട് ഫീൽ ചെയ്തു. സമയക്കുറവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണോ അതിൻ്റെ സത്യം? അതുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. കാര്യം സമയക്കുറവ് നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റാത്തൊരു പ്രശ്നമാണ്. നിങ്ങളൊക്കെ കയറി ചെയ്യുമ്പോൾ നല്ലതേ വരൂ എന്നുള്ള പ്രതീക്ഷയിലിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഇച്ചിരി കുറഞ്ഞു പോയി, ശകലം കുറഞ്ഞു പോയെന്നേ ഉള്ളൂ. അല്ലാതെ കളിയിലൊരു കുറവ് വന്നെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ടിങ്ങിൽ കുറവ് വന്നെന്നോ അല്ല പറഞ്ഞത്. സ്കിറ്റിൻ്റെ അകത്ത് ചിരിയുടെ അംശം ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതാണ് ഇതിന് സംഭവിച്ചത്.
ഞങ്ങൾ ഇവിടെ നിന്ന് ഇരുന്ന് പറയും നല്ലതുണ്ടാക്കി കൊണ്ടുപോകാൻ, നല്ല കൗണ്ടർ കൊണ്ടുപോകാന്ന് പറയാൻ എളുപ്പമാണ്, അത് ഉണ്ടാക്കിയെടുക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. അതിനുവേണ്ടി നിങ്ങൾക്ക് അതിന് പ്രത്യേക സമയങ്ങളും പ്രത്യേക ദിവസങ്ങളും ഇവിടെ തരുന്നുണ്ട്. ആ സമയം ഇതിനു വേണ്ടി തന്നെ പ്രയോഗിക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കുകയല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു കാ പ്രചോദനം. എനിക്ക് ഈ പോൾസൺ ഇടയ്ക്കടിച്ചൊരു കൗണ്ടർ ഞാൻ എപ്പോഴും പിടിവിട്ടുപോയി. എന്നാ നീണ്ടിരിക്കുക, അതിനിടയ്ക്ക് ശ്ലോകം പറഞ്ഞു. മന്ത്രം ചൊല്ലി വെറുതെ കാരണം നമുക്കറിയാം അവസ്ഥ. പിന്നെ നിങ്ങൾ അതിനുശേഷം നിങ്ങളെ ഇവിടെ നിന്ന് വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളോട് ഉപദേശിച്ചുകൊണ്ടോ ഒന്നും ഇതിനകത്ത് റേറ്റിംഗ് കൂടുകയോ ഒന്നും വരുന്നില്ല. കാരണം നമ്മളിനി ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കോമഡി കുറവാണ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിലേക്ക് വരുമ്പോൾ അതിനപ്പുറത്തേക്ക് വരെ ചില സാധനങ്ങൾ എഡിറ്റ് ചെയ്ത് മുറിഞ്ഞു പോകാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങളത് എത്രമാത്രം നിങ്ങളെ നന്നാക്കി കാണിക്കുമെന്ന് മാത്രമേ ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാർ നോക്കുകയുള്ളൂ. പക്ഷേ കളിയിലൊന്നും വേറെ കാര്യങ്ങൾ, നിങ്ങളെല്ലാം ടൈമിംഗ് പരിപാടികളെല്ലാം പടപട അടിച്ചു. പിന്നെ കൗണ്ടർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമുണ്ട്. ആൾക്കാരെ നിങ്ങളെ കാണുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ സോളമനാണല്ലോ നിങ്ങളോട്ട് നല്ല ട്രാക്കായി. ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ ആൾക്കാർ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് നിങ്ങളുടെ സ്കിറ്റ് നിൽക്കണം എന്നുള്ളത് പ്രേക്ഷകരുടെയും കൂടെ ആവശ്യമാണ്. ഹാർഡ് വർക്ക് ചെയ്യണം. കാര്യം അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് ഈ പറയുന്ന പോലെ ഇനിയും ഒരുപാട് നല്ല നല്ല സ്കിറ്റുകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കേട്ടോ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പോൾസൺ, ബാസി, സോളമ, നിങ്ങൾ ഇന്ന് കൊണ്ടുവന്ന നിങ്ങളുടെ ആ ഒരു തോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് സക്സസ്സിന് എളുപ്പവഴികളില്ല, കുറുക്കു വഴികളില്ല, 3 വഴികളേ ഉള്ളൂ. ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്. ആ ഒരു തോട്ട് നന്നായിരുന്നു. ആ ഒരു തോട്ടിനൊരു പ്രത്യേക കൈയടി. അതിനകത്തേക്ക് നിങ്ങൾക്ക് തമാശകൾ, അത് പറയുന്നത് സ്കിറ്റ് മോശമാണെന്നുള്ളതല്ല, നിങ്ങളുടെ ലെവലിലുള്ള തമാശകൾ അതിനകത്ത് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഇവിടെ വന്ന തമാശകളെല്ലാം നമുക്ക് കുറച്ച് പേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതൊരു പക്ഷേ പ്രേക്ഷകർ കാണുമ്പം അവരെങ്ങനെ എത്രത്തോളം എൻജോയ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമുണ്ട്. അപ്പം അതുകൊണ്ട് നെക്സ്റ്റ് ടൈം കൂടുതൽ നല്ല തമാശ. ഇപ്പം ഒരു ഗംഭീര ഒരു ആർട്ടിസ്റ്റിനും കൂടെ നിങ്ങളോടൊപ്പം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ബാസിയുടെ ഒരു പൂണ്ടുവിളയാടൽ ഒരു സ്കിറ്റിലും മിസ് ചെയ്യാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. അത് നിങ്ങൾ മറക്കരുത്. ഓക്കെ? അപ്പോൾ അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് വരണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, നമുക്ക് മാർക്സിലോട്ട് പോയാലോ? ഓക്കെ, പ്രചോദനം. ഞാൻ ഒരു 7,000 രൂപ 7,000 രൂപ ആണ് പ്രചോദനം തന്നിരിക്കുന്നത്. ഞാനൊരു 8,000 രൂപ ഞാനും തരികയാണ്. അപ്പൊ തന്നെ 15,000 ആയി. ഇനി നസറുകയാണ്. ഞാൻ കൊടുക്കാം. ബാക്കിയുള്ള പൈസ എന്തിനാണെന്നറിയോ? എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് റൂം എടുത്ത് കുറെ പേപ്പറും ഒക്കെ വാങ്ങിച്ച് നല്ലൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കി അടുത്ത പ്രാവശ്യം വരാനുള്ള ചെലവിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ ഞാൻ ഇടുക. താണ്ട് വരും. 30,000 രൂപ ചെറിയ എമൗണ്ട് അല്ല. പക്ഷേ നിങ്ങളിൽ നിന്ന് നമ്മൾ കൂടുതൽ, നിങ്ങൾ വരുമ്പോൾ ഈ പൂക്കുറ്റികൾ കഥകൾ പറയണം, പാറിപ്പറക്കണം, പഞ്ചുകൾ ഇവിടെ അടിക്കണം. അതാണ് നമ്മളുടെയും പ്രേക്ഷകരുടെ എല്ലാ ആഗ്രഹം. 3 പേരും ഗംഭീര ഹാർഡ് വർക്ക് ചെയ്ത് ഗംഭീര പൊട്ടിച്ചിലുകളായിട്ട് അടുത്ത തവണ വരണം. ഓക്കെ, അപ്പം നല്ലൊരു ഗൈഡ് കൊടുക്കാം. പോൾസൺ, ബാസി ആൻഡ് സോളമൻ, താങ്ക് യു സോ മച്ച്. അതെ, ഇന്ന് ഇത്രയും ചിരി മതി. അതെ അതെ, നമ്മുടെ ടീമുകൾ, നമ്മുടെ പിള്ളേരും ഇന്ന് ചിരി ഇന്നത്തെ ചിരി ഇത്രയും പോരെ. ബാക്കി നമുക്ക് നാളെ ചിരിക്കാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.